വെൽക്കം ടു സിറ്റെക്സ് ടോക്ക്. നല്ലൊരു ഫോട്ടോ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അത് എടുത്തു തരാൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ കിട്ടുക എന്ന് പറയാൻ ഏറ്റവും ഭാഗ്യമുള്ള കാര്യമാണ്. അങ്ങനെ ഫോട്ടോഗ്രാഫിയിൽ കഴിവ് തെളിയിച്ച രണ്ടുപേരാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്, യാമി ആൻഡ് ഡേസി. വെൽക്കം ടു സിറ്റെക്സ് ടോക്ക്. താങ്ക് യു. അങ്ങനെ ഇൻട്രോ ഞാൻ ഞങ്ങൾ ഒരുപോലെ പഠിച്ചു പറഞ്ഞ പോലെ ഇത് പ്ലാൻഡ് അല്ല കേട്ടോ, പഠിച്ചിട്ടല്ല വന്നത്. ഓക്കെ, അപ്പൊ രണ്ടാളും സുഖമായിട്ടിരിക്കുന്നു. ബിസി സ്കെഡ്യൂളാണോ രണ്ടുപേർക്കും? എനിക്ക് എനിക്ക് മോസ്റ്റ് പ്രോബ്ലി എനിക്ക് ബാക്കിയുള്ളവർക്ക് ഓഫ് സീസൺ വരുമ്പോ എനിക്ക് ഓൺ സീസൺ ആവും. എന്റെ ഓഫ് സീസൺ ആണ്, ഇപ്പൊ ഇവൾക്ക് ഓണാണ്. അത് രണ്ടുപേരും തമ്മിൽ കാണലൊക്കെ ഭയങ്കര കുറവായിരിക്കും. അതിലൊന്നും ഒരു കുറവില്ല, അതാണ് ഞങ്ങളുടെ എന്റെ ആഗ്രഹം, കാണല് കുറവാണ്. ഓക്കെ, അതിൽ തന്നെയാണ് എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയായി? പ്രൊഫഷണലി വന്ന ഫ്രണ്ട്ഷിപ്പ് ആണോ അതോ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവോ? പ്രൊഫഷണലി പറയാം, പാർഷ്യലി പ്രൊഫഷണലി വന്നതാണ് ആക്ച്വലി. എങ്ങനെയാ നിങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്? ഓർമ്മയില്ല. സോ ഞാൻ പറയാം, ഞാൻ ആക്ച്വലി നാട്ടിലായിരുന്നു കുറച്ച് നാൾ. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ചു, ഐ എം ഫ്രം മുംബൈയിലോട്ട് തിരിച്ച് വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ ആലോചിച്ചു, ലൈക്ക് ഐ വോണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു വെഡിങ് ഫീൽഡ്, ഫോട്ടോഗ്രാഫി ഫീൽഡ്. അപ്പോൾ ഞാനിവിടെ വന്ന് കുറച്ച് ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സിനെ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഐ വോണ്ടഡ് ടു സ്റ്റാർട്ട് കമ്പനി, ഫോട്ടോഗ്രാഫി കമ്പനി, ഫീമെയിൽ ഫോട്ടോഗ്രാഫി കമ്പനി. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ ഒത്തിരി പേര് എനിക്ക് സജസ്റ്റ് ചെയ്തൊരു പേരാണ് യാമിയുടെ പേര്. അപ്പോൾ യാമി എനിക്ക് അങ്ങനെ ഐ തിങ്ക് യു ടെക്സ്റ്റഡ് മീ ഓർ അങ്ങനെ എന്തോ ഞങ്ങൾ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം വഴി ഞങ്ങൾ നമ്പറും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ ആൻഡ് വി പ്ലാൻ ടു മീറ്റ് വൺ ഡേ. ആ ദിവസം തൊട്ട് ഇന്ന് വരെ സെയിം ബോണ്ടാണ്, ഒരു മാറ്റം. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. ഫസ്റ്റ് മീറ്റ് ചെയ്യാൻ ഞാൻ ഡേസിനെ, അന്ന് ഡേസി കുഞ്ഞ് ഇപ്പൊ അന്ന് ഡേസിക്ക് എത്ര 24 അങ്ങനെ അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ ഡേസിനായിട്ട് ഫസ്റ്റ് ഞാൻ മീറ്റ് ചെയ്യുന്ന അന്ന്, അതായത് ഡേസിനെ ഇനിഷ്യലി ഫസ്റ്റ് മീറ്റിംഗ് ആണല്ലോ. ആ മീറ്റിംഗ് കഴിഞ്ഞ് ഞങ്ങൾ പിരിയുന്നത് 2 മാസം കഴിഞ്ഞിട്ടാ. അന്ന് മുതൽ വി സ്റ്റാർട്ടഡ് ലിവിങ് ടുഗദർ. അത് ഞങ്ങൾ ഒരുമിച്ചൊരു ഫ്ലാറ്റ് എടുത്തു. അന്നത്തെ ഫസ്റ്റ് ഡേ മുതൽ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത്. ആ ഒരു ബോണ്ട് അപ്പൊ തന്നെ സെറ്റ് ആയി. അന്ന് മുതൽ ഇന്ന് വരെ ഉണ്ടല്ലോ, അതായത് ഞങ്ങക്ക് എന്ത് സംസാരിച്ചാലും തീരില്ല. ഞങ്ങളോട് ഞങ്ങൾ ഒരുമിച്ചാ താമസിക്കുന്നത്. പക്ഷെ വേറെ വി ഗോ വി മീറ്റ് പീപ്പിൾ, ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചോണ്ടിരിക്കുന്നു. സോ ദേ ആസ്ക് എന്താ നിങ്ങൾ എപ്പോഴും കൂടെയുള്ള ആൾക്കാരല്ലേ, പിന്നെ നിങ്ങൾക്ക് എത്ര സംസാരിക്കാനുള്ള, ഞങ്ങൾക്കും അറിയില്ല എന്താന്ന്, എന്തെങ്കിലുമൊക്കെ പറയാൻ. 8 വർഷമായിട്ടും തീർന്നില്ലേ? ഇപ്പോഴും ഞങ്ങൾ എവിടെയെങ്കിലും പോയി അതേപോലെ ഞങ്ങൾ ഇനിഷ്യലി ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചോണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ മാറി. അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ അവിടെ പോയാലും ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാരും പോസ്റ്റ്, ഞങ്ങൾ എല്ലാവരും പോസ്റ്റ് ആക്കി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അങ്ങനെ കണ്ടിന്യൂ. അതെ. പക്ഷെ കുറെ പേര് ഞങ്ങളോട് ചോദിക്കും, ഞങ്ങൾ സെയിം പ്രൊഫഷൻ ആണ്, അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഈ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? കാരണം ഒബ്വിയസ്ലി പ്രൊഫഷണലി നോക്കിക്കഴിഞ്ഞാൽ കുറെ ക്ലാഷസ് ഉണ്ടാവും, പക്ഷെ വി ഡോണ്ട് ഹാവ് എനി അങ്ങനെ പ്രൊഫഷണലി ഒരു ക്ലാഷ് അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പം എനിക്ക് എന്തെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റാതാവുമ്പോൾ ഞാൻ യാമിക്ക് കൊടുക്കും, യാമിക്ക് എന്തെങ്കിലും പറ്റാതാവുമ്പോൾ അവൾ എനിക്ക് തരും, ഞാൻ അവൾ അസിസ്റ്റ് ചെയ്യും, അവൾ എന്നെ അസിസ്റ്റ് ചെയ്യും ഷൂട്ടിന്. ഇപ്പോഴല്ല, ഇപ്പൊ നമുക്ക് കുറച്ചുകൂടി അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ആൾക്കാരുണ്ട്. പക്ഷെ അതാണ് നിങ്ങളുടെ കെമിസ്ട്രി. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഓൾമോസ്റ്റ് ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഫ്രണ്ട്സ് ആയിട്ട് തന്നെ കൂടെ ഉണ്ടല്ലോ. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിങ്ങളിൽ എങ്ങനെയാണ്? എല്ലാവരും ഫ്രണ്ട്സ് ആണ്, ബട്ട് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന, കയ്യിൽ എണ്ണാൻ പറ്റുന്ന വളരെ കുറച്ച് ഫ്രണ്ട്സ് ഇപ്പോഴും അപ്പോഴും. പക്ഷെ അപ്പൊ തൊട്ടുള്ള ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും കൗണ്ട് ചെയ്യാനുള്ള. ബേസിക്കലി ഞാൻ ലാസ്റ്റ് ഡേസിനോട് പറയായിരുന്നു, ലൈക്ക് ഞങ്ങൾ ഇത്രയും വർഷമായിട്ട് ബർത്ത്ഡേസ് ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഒരുപാട് ബർത്ത്ഡേക്ക് എല്ലാവരും ഉണ്ടാവും, എല്ലാവരും ഇവളുടെ ഫ്രണ്ട്സ്, എന്റെ ഇവളുടെ ബർത്ത്ഡേക്ക് ഞാൻ എന്റെ ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടാവും. ഞാൻ ഡേസിനോട് പറയായിരുന്നു, ഒരു 7 വർഷം മുമ്പ് ബർത്ത്ഡേസിന് വന്ന സെയിം ആൾക്കാരാണ്. എനിക്ക് ഒരു ജാനുവരി എനിക്ക് 28 ആയി, ആ സെയിം ടീമാണ് അപ്പോഴും അവിടെ ഉണ്ടായിരുന്നത്. അത് പറയേണ്ട ആവശ്യമില്ല, എന്റെ വയസ്സ് പറയാനാണ്. എനിക്ക് 32 വയസ്സ്. എനിക്ക് പറയാനൊരു നാളെ ഞാൻ കണ്ടായിരുന്നു. ഐ ലുക്ക് ലൈക്ക് എന്നിട്ടാണ് കണ്ടപ്പോ കൊച്ചുകുട്ടിയായിരുന്നു എന്ന് പറഞ്ഞ. അപ്പൊ ചേച്ചി കുറവായിരിക്കുന്നു. ചോദിച്ചു വാങ്ങി ഒരു കുട്ടി പറഞ്ഞോളൂ, എന്നെ കാണാൻ 23 വയസ്സ് പറഞ്ഞു. അത് ഏതാ
കുട്ടിയുടെ അമ്പലത്തിൽ ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടാളും ഭയങ്കരമായി കഴിവ് തെളിയിച്ച 2 സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫേഴ്സ് ആണ്. അത്രയ്ക്കും കഴിവ് ഞാൻ എന്റെ എളിമയാണത്. ഐ ആം സ്റ്റിൽ നോട്ട് യെറ്റ് സാച്ചുറേറ്റഡ് അല്ലേ? ഓക്കെ, അതിൽ നിങ്ങൾക്ക് തന്നെ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പോൾ ഒരു ഫസ്റ്റ് ഫോട്ടോ എടുക്കുമ്പോൾ തൊട്ട് ഒരു കോൺഫിഡൻസ് വേണമല്ലോ നമുക്ക് ആരെങ്കിലും പോയി ഒന്ന് എടുക്കാൻ വേണ്ടി ഒരു കോൺഫിഡൻസ് വേണം. അതുപോലെ അവർക്കും വേണം നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്. ആ ഒരു സംഭവം എപ്പോൾ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നത് ഓക്കെ ഇവരെ പോയി എങ്ങനെ അപ്രോച്ച് ചെയ്താൽ? സോ ഞാൻ ആക്ച്വലി പ്രൊഫഷണൽ ബേസ് നോക്കിക്കഴിഞ്ഞാൽ ഐ വാസ് എ ബാങ്കർ. ഐ യൂസ് ടു വർക്ക് വിത്ത് HDFC ബാങ്ക് ആൻഡ് യെസ് ബാങ്ക്. അപ്പം ബാങ്കിങ്ങും ഫോട്ടോഗ്രാഫിയും ഇസ് ലൈക്ക് വെരി ഡിഫറെൻറ്റ്. അപ്പം ഞാൻ പാഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു, കോളേജ് തൊട്ട് തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ഐ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ക്ലിക്സ് ഐ മീൻ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ട്സ് പിന്നെ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അടിപൊളി നല്ല പിക്ചറൊന്നും അല്ല അന്ന് 2014-15 ആ സമയത്ത് നല്ല പിക്ചറൊന്നും അല്ല എടുക്കുന്നത്. പക്ഷെ എന്നാലും അവർ മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെ ഞാൻ കുറേ പേരുടെ ഫോട്ടോഷൂട്ട്സ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ മുംബൈയിലായിരുന്നു ആ സമയത്ത്. അപ്പം MTV സ്പിറ്റ്സ്വില്ല, റോഡീസ് അങ്ങനെ കുറേ റിയാലിറ്റി ഷോസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഷോസിലെ കുറേ കണ്ടസ്റ്റൻസും ആയിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്ത് DM ചെയ്ത് ഞാനൊരു 10-15 ആൾക്കാർക്ക് സെയിം ഫോമാറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് അപ്രോച്ച് ചെയ്യും. അങ്ങനെ അതിൽ 1-2 പേര് നമുക്ക് ആ ലീഡ് കൺവേർട്ട് ആവും, നമുക്ക് റിപ്ലൈ തന്ന ലീഡ് കൺവേർട്ട് ആവും. അങ്ങനെയാണ് ഐ സ്റ്റാർട്ടഡ് ലൈക്ക് കുറച്ചുകൂടി എനിക്ക് കോൺഫിഡൻസ് വന്നു തുടങ്ങി. കാരണം നല്ല മോഡൽസ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ, കാരണം എൻ്റെ ഫ്രണ്ട്സിന് ദേ ഡോണ്ട് നോ ഹൗ ടു പോസ്റ്റ്, ഞാൻ ചെയ്യിപ്പിക്കുന്നതാണ്. പക്ഷേ ദേ ആർ ഓൾറെഡി പ്രൊഫഷണൽ മോഡൽസ്, ഐ മീൻ MTVയിലെ ആൾക്കാരൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് ആ ഒരു കിക്ക് സ്റ്റാർട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് എടുക്കാൻ തുടങ്ങിയത്. ഐ തിങ്ക് എനിക്ക് പറഞ്ഞാല് ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഡെയ്സി മുംബൈയിലാണല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അങ്ങനെ ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഇല്ല. അപ്പോൾ ഇപ്പം ആരെങ്കിലും ഒരാൾ, ഞാൻ ഇനിഷ്യലി ഷൂട്ട് ചെയ്തത് ആരെയൊന്നും ഓർക്കുന്നില്ല, ഞാൻ ആരായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അത് ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ തന്നെയായിരുന്നു. പുള്ളി ഒരു എഡിറ്ററോ അല്ല, പുള്ളി സിനിമാറ്റോഗ്രാഫർ, പുള്ളി സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അതിനുശേഷം എന്നെ ഒരു ആക്ട്രസ് അപ്രോച്ച് ചെയ്തത് ഇങ്ങനെ. അപ്പം അപ്പോഴാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് വെച്ചാൽ എൻ്റെ ഒരു മനസ്സിൽ എനിക്കിങ്ങനെ ഫോട്ടോ എടുക്കാൻ അറിയില്ല. അങ്ങനെയാണ് ഞാൻ ഫോട്ടോ എടുത്ത് അവരുടെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ എന്നെ പിന്നെ സെലിബ്രിറ്റീസ് 1-2 പേര് എനിക്ക് ഇങ്ങോട്ട് ടെക്സ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഇത് ചെയ്യാൻ തുടങ്ങി. എനിക്ക് അവരെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യണമെന്നൊരു സാധനം അറിയില്ല. അത് ഡെയ്സി വന്നിട്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത്, യു ഹാവ് ടു അപ്രോച്ച്, അങ്ങോട്ട് അവരെ അപ്രോച്ച് ചെയ്തിട്ട്. കാരണം ഷീ വാസ് ഡൂയിങ് റിയലി ഗുഡ്. ഞാൻ ഇവിടെ മീറ്റ് ചെയ്ത സമയത്ത് ഞാൻ ആക്ച്വലി കേരളത്തിലോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇത്രയും ഫീമെയിൽ ഫോട്ടോ, കാരണം ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് അത്രയും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിലും ദേ ഡോണ്ട് നോ ഹൗ ടു മാർക്കറ്റ്, ദേ ഡോണ്ട് നോ ഹൗ ടു ലൈക്ക് നോ ഇംപ്രൂവ് അവരുടെ സ്കിൽസ്, അതൊന്നും അവർക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഫോട്ടോഗ്രാഫേഴ്സ് ആയിരുന്നു യാമി ഇവിടെ. ആൻഡ് ഷീ യൂസ് ടു ഗെറ്റ്, അവൾ ചറപറ ഷൂട്ട് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് എല്ലാ ദിവസവും ഷൂട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം എനിക്ക് എല്ലാ ദിവസവും പ്രൊഡക്റ്റീവ് ആയിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ യാമി ഈസ് വെരി പിക്കി. അവൾക്കൊരു സ്റ്റൈലുണ്ട്, ആ സ്റ്റൈല് വിട്ട് അവള് ഷൂട്ട് ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ഇവളെ പുഷ് ചെയ്ത് പക്ഷെ ഇവൾക്ക് ചെയ്യണ്ട, പട്ടിണിയും ദരിദ്രമാണെങ്കിലും കാശ് കിട്ടിയാലും ഷീ വിൽ നോട്ട് ഡു ഇറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞാൽ എനിക്ക് എവിടെയാണോ ഷീ പൈസ കിട്ടുന്നത്, ഐ ജസ്റ്റ് ഗോ ആൻഡ് ഷൂട്ട്. ഇറ്റ്സ് അപ് ടു മീ എൻ്റെ പ്രൊഫൈൽ ഇടണോ വേണ്ടിയെന്നുള്ളത്. യാമി ഭയങ്കര പിക്കി. പിന്നെ ഇവള് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇവള് തന്നെ എനിക്കൊരു മൂവ്മെന്റ് ഉണ്ടാക്കി തരും, അതോ ഞാൻ ഉണ്ടാക്കുക അതിനു വേണ്ടി ബമ്പർ കുറെ വർഷമായില്ലേ. അപ്പൊ ഞാൻ ഇങ്ങനെ ആർക്കൊക്കെയോ 2-3 പേർക്കൊന്നും അയച്ചു. അവരെല്ലാവരും എനിക്ക് റെസ്പോണ്ട് ചെയ്തു, ഓ യെസ് വിൽ ഷൂട്ട് എന്ന് പറഞ്ഞാൽ അവരായിട്ടൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിഷ്യലി ഈ പറഞ്ഞ പോലെ ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഫീമെയിൽ ആർട്ടിസ്റ്റേഴ്സ് അവർ വേറെ ഫീമെയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അവർ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി. അതുകൊണ്ട് അവർ പിന്നെയും ഷൂട്ട് നമ്മളെ തന്നെ പിന്നെയും വിളിക്കും. എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ലക്ക് എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ. ലക്ക് ലൈക്ക് ഒബ്വിയസ്ലി ഹാർഡ്ഷിപ്പും ഉണ്ട് അതിന്റെ കൂടെ തന്നെ. ലക്ക് മാത്രം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ പറയും നിങ്ങളുടെ സ്ട്രഗിൾ സ്റ്റോറി പറയാന്ന് പറയുമ്പോൾ എനിക്ക് ലിറ്ററലി അങ്ങനെ ഒരു സ്റ്റോറി ഇല്ല. പക്ഷെ സ്ട്രഗിൾ സ്റ്റോറി ഇല്ലാന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നില്ല. എല്ലാവരും സ്ട്രഗിൾ എന്ന് വെച്ചാൽ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് മോശം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ പ്രിവിലേജ് ഉണ്ടായി അങ്ങനെ. പക്ഷെ എന്നാലും ലാസ്റ്റ് ഒരു ഇന്റർവ്യൂല് ലൈക്ക് ഞാൻ എന്താണ് പൃഥ്വിരാജിന്റെ ഒരു ഇന്റർവ്യൂല് എന്തോ പുള്ളി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുകുമാരന്റെ മോനാന്ന് പറഞ്ഞ ഒരു പടമല്ലേ കിട്ടില്ല. പിന്നെ പുള്ളി അഭിനയിച്ച് പുള്ളി നിൽക്കുന്നത്, പിന്നെ ഇറ്റ്സ് അപ് ടു ഹിം, പുള്ളിയുടെ കയ്യിലാണ് പിന്നല്ല. അതുപോലെ എനിക്ക് തോന്നുന്നു ഇനിഷ്യലി ഞാൻ നന്നായി സ്ട്രഗിൾ ചെയ്തിട്ടോ. ഞാൻ സ്ട്രഗിൾ ചെയ്തില്ല, എന്റെ സ്ട്രഗിൾ ഞാൻ ചെറുതായി കാണുന്നുണ്ടാ. ഞാൻ സ്ട്രഗിൾ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇവളുടെ കൂടെ ഞാൻ പട്ടണി കടന്നിട്ടുണ്ട്. അപ്പൊ സ്ട്രഗിൾ ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാൻ ചെറുതായിട്ടാണ് കാണുന്നത് എന്റെ സ്ട്രഗിൾസ്.
ഓക്കെ. ഏജിൻ്റെ വയസ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ളൊരു 5-6 വയസ്സുള്ള ആൾക്കാർക്ക് ഒഴിച്ച് ബാക്കി നമുക്ക് കുറച്ച് ഇങ്ങോട്ട് പോരുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റും നമ്മുടെ കാലത്ത് അങ്ങനെ ഒരു ക്യാമറ അവൈലബിൾ അല്ല, നമുക്ക് ഫോട്ടോ എടുത്ത് നോക്കാൻ ഒന്നും ഇല്ല. അങ്ങനത്തെ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇപ്പോൾ പാട്ട് പാടുന്ന ആൾക്കാണെങ്കിൽ കിട്ടും. ഇനിയിപ്പോൾ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന വീട്ടിൽ എന്തെങ്കിലും ഉള്ളവർക്ക് അതൊന്ന് ജസ്റ്റ് അവൈലബിൾ ആണ് ആ സാധനം. ക്യാമറ എന്ന് പറയുന്നത് നമുക്ക് കയ്യിൽ ഫോണില്ല. ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രീഷ്യസ് ആയിട്ടുള്ള സാധനം പോലെ. അങ്ങനത്തെ ഒരു ടൈമിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആഗ്രഹം, ഒരു ഇൻസ്പിറേഷൻ ഉണ്ടോ? ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് സോ ബേസിക്കലി ഇൻസ്പിറേഷൻ അല്ല, കൂടുതലും എനിക്ക് അതിനോടുള്ളൊരു ഇഷ്ടമായിരുന്നു. അതായത് എനിക്ക് ആൾക്കാരുടെ ഐ ലവ് ടു ക്ലിക്ക് പീപ്പിൾ, അവരുടെ ഇമോഷൻസ്, അവരുടെ ആ ഒരു കാൻഡിഡ് പിക്ചേഴ്സ് ആണ് കൂടുതലും എനിക്ക് എന്ന് വെച്ചാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുന്നത് എനിക്ക് അത്രയും ഞാൻ ഐ എം നോട്ട് ഇൻ ടു ഇറ്റ്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ഷോർട്സ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സംഭവങ്ങളാണ് എനിക്കിഷ്ടം. സോ ഞാൻ വെൻ ഐ സ്റ്റാർട്ടഡ് എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നില്ല. ഐ തിങ്ക് യാമിയുടെ കയ്യിലും വെൻ യു സ്റ്റാർട്ട് ഉണ്ടായിരുന്നില്ല. അപ്പം അപ്പം യാമി ഇപ്പോൾ റീസെൻ്റ്ലിയാണ് ക്യാമറ എടുത്തത്. അപ്പം എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. അവരുടെ ക്യാമറ കൊണ്ടുപോയിട്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാറ്. അല്ലെങ്കിൽ ഞാൻ പെയ്ഡ് ഷൂട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് 2500 ഒക്കെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അതും 2500 എന്ന് പറഞ്ഞാൽ അതിലൊരു 1500 1800 റുപ്പീസ് നമ്മൾ റെൻറ്റിന് പോകും. അപ്പോൾ എക്യുപ്മെൻറ്റ്സ് എടുക്കണമെങ്കിൽ എൻ്റെ കയ്യിലില്ല. പിന്നെ വീട്ടിൽ ചോദിച്ചാൽ ഞങ്ങൾ ഭയങ്കര മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഞാൻ അത്രയും വലിയൊരു ഫാമിലി എന്നൊന്നും അല്ല ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ വാങ്ങി തരാനായിട്ട്. സോ ഞാൻ വീട്ടിൽ പിന്നെ അനിയന് ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെ അവൻ ഫോട്ടോഗ്രാഫി എനിക്ക് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ പഠിപ്പിച്ചില്ല കേട്ടോ. ആഫ്റ്റർ 12th ഞാൻ എനിക്ക് ഈ മീഡിയ ഫീൽഡിലോട്ട് പോകണം എന്നുള്ള സംഭവം പറഞ്ഞപ്പോഴേക്കും വീട്ടുകാർ സമ്മതിച്ചില്ല. മമ്മി കുറച്ച് സ്ട്രിക്റ്റാണ്, ഷീസ് എ ടീച്ചർ. അപ്പം പുള്ളിക്കാരി ഇതിലൊന്നും പോകണ്ട എന്നുള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ എൻ്റെ അനിയൻ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അനിയനെ ക്യാമറ വാങ്ങിക്കൊടുക്കും. അപ്പൊ അങ്ങനെയാണ് എൻ്റെ ഒരു ഫസ്റ്റ് ക്യാമറ വരുന്നത്. ഹാഫ് ഫ്രെയിം ആയിരുന്നു, കാനൻ 600D. അത് വെച്ചിട്ടായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഷൂട്ട്സ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് എനിക്ക് ലൈക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് ഇതിലൊരു ഒരു സംഭവം ഉണ്ട്, ദെയർസ് എ തിങ്. അങ്ങനെ ഞാൻ എൻ്റെ ജോലി വിട്ടു. വീട്ടിൽ ഭയങ്കര സീനായിരുന്നു. അങ്ങനെ ജോലി വിട്ട് വീട്ടിലിരുന്ന് ഫോട്ടോഗ്രാഫീസ് അതിൽ കൂടുതലും ഫോക്കസ് ചെയ്തപ്പോഴേക്കും എനിക്ക് വർക്ക് കിട്ടി തുടങ്ങി. പക്ഷെ വീട്ടിൽ അതിൻ്റെ കൂടെ തന്നെ നല്ല തെറിവിളി കിട്ടി തുടങ്ങി. അങ്ങനെ ഞാൻ വീട് വിട്ട് ഇറങ്ങി നാട്ടിലോട്ട്. അങ്ങനെയാണ് കിട്ടുന്നുണ്ട്. അതെ, അല്ല ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ എനിക്കിവിടെ സ്പ്ലിറ്റ് ആയിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ എടുത്തില്ലെങ്കിൽ യാമിനെ വിളിച്ച് പറയുന്നു. സോ അങ്ങനെയായിരുന്നു. അപ്പം ക്യാമറ ഇല്ലാത്തതിൻ്റെ അതായിരുന്നു മെയിനായിട്ട് എൻ്റെ സ്ട്രഗിൾ. പിന്നെ ഒബ്വിയസ്ലി വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എത്രയൊക്കെ ഇതെന്ന് പറഞ്ഞാലും വീട്ടിലൊരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക്, കാരണം അറ്റ് ദി എൻഡ് വി ഹാവ് ടു ഗോ ടു അവർ പാരൻസ്. അപ്പോൾ അവർ ഹാപ്പി അല്ല. കാരണം ബാങ്കിലെ ജോബ് വിട്ടിട്ട് ഫോട്ടോഗ്രാഫിയിലോട്ട് കടന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കാമെന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷെ ഐ തിങ്ക് ഒരു ആഫ്റ്റർ 2 years ഞാൻ എൻ്റെ കഴിവ് തെളിയിച്ചു. ഐ പ്രൂവ്ഡ് ഇറ്റ്. സോ അത് കഴിഞ്ഞപ്പോൾ റൈറ്റ് നൗ ദേ ആർ പ്രൗഡ്. കാരണം ഞാൻ ആ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദേ ആർ ഓക്കെ വിത്ത് ഇറ്റ്. അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള സ്ട്രഗിൾ ഒക്കെ ഉണ്ട്. അത് ഞാൻ കുറേ ഇന്റർവ്യൂസിൽ പറഞ്ഞുകൊണ്ട് ഞാൻ വെറുതെ വെറുപ്പിക്കുന്നില്ല. പറഞ്ഞു ഇവളുടെ വീട്ടുകാർ പ്രോബ്ലം അല്ല. എൻ്റെ അമ്മ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് തൊഴിൽ വാർത്ത ഒന്ന് മേടിച്ചു, ഒരു ഗവൺമെന്റ് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ. സത്യമായിട്ട് പറഞ്ഞു. ഞാനപ്പോ ആലോചിച്ചു. പക്ഷെ അമ്മയടുത്ത് അങ്ങനെ എന്റെ അമ്മയടുത്ത് അങ്ങനെ അതൊന്നും പറ്റില്ല, അങ്ങനെയൊന്നും പറയാനൊന്നും നിൽക്കാനൊന്നും പറ്റില്ല. ഞാൻ തൊഴിൽ വാർത്തയോ മേടിക്കാം, എന്തും പറയാനാ ഗവൺമെന്റ് ജോലി. എന്റേത് ഇവളുടെ പോലെ തന്നെ അനിയന് വേണ്ടിയിട്ട് ഒഴിവാക്കണം. കിട്ടിയില്ലേ? ഈ ആണുങ്ങളുടെ ജോലി ഇത് പെണ്ണുങ്ങളുടെ ജോലി എന്ന് പറഞ്ഞു. എന്റെ വീട്ടിൽ പിന്നെ അങ്ങനൊരു സംഭവം ഇല്ല. എന്റെ അനിയന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല കേട്ടോ ഒന്നും മേടിച്ചു തരാൻ. അങ്ങനെ ക്യാമറ വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. ഈ പറഞ്ഞാൽ എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഇനിഷ്യലി ഇവൻ ഡിസൈനിങ് പഠിക്കാൻ പോകുമ്പോൾ ഇവന് ക്യാമറ വേണം. അവിടെ കോളേജിൽ നിന്ന് മാൻഡേറ്ററി. അങ്ങനെ ഒരു കാനൻ 750D മേടിച്ചു. അന്ന് ഇവൻ എന്നെ പഠിപ്പിച്ചൊക്കെ തരും. ഭയങ്കര സാധനമായിരുന്നു. അവൻ NIP ചെയ്തിട്ടുള്ളത്, ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുള്ളത്. അപ്പം എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അവനൊന്നും പറഞ്ഞു തരില്ല. പക്ഷെ വേറെ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറഞ്ഞു കൊടുക്കും. അതങ്ങനെയാണല്ലോ സിബ്ലിങ്സ് ആ സമയത്ത് ഉള്ള സംഭവം. അപ്പോൾ അങ്ങനെ ഞാൻ യൂട്യൂബിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. ഞാൻ അങ്ങനെ ആരെ അസിസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഏതെങ്കിലും വർക്ക്ഷോപ്പോ അങ്ങനെ ഒന്നും കൂടെ ഞാനും യാമിൻ ഐ തിങ്ക് വി ബോത്ത് ലേൺഡ്. അങ്ങനെ ഞാൻ യൂട്യൂബ് വഴി തന്നെ. യൂട്യൂബ് വഴിയൊന്നും പറയാൻ പറ്റില്ല, ക്യാമറ യൂസ് ചെയ്ത് പഠിച്ചു. അതായത് ഇപ്പൊ ചില യൂട്യൂബ് ട്യൂട്ടോറിയൽസ് കാണുമ്പോൾ അവര്
നമ്മുടെ ക്യാമറ കയ്യിലുണ്ടെങ്കിൽ കയ്യിലേക്ക് എടുക്കാൻ പറയും അങ്ങനെ അല്ല ക്യാമറ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ തിയററ്റിക്കലി നോബഡി ക്യാൻ ടീച്ച് യു ബട്ട് ഇറ്റ്സ് ലൈക്ക് നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ പഠിക്കണം. കാരണം നമ്മുടെ കയ്യിൽ ക്യാമറ കയ്യിലുണ്ടെങ്കിൽ വി ക്യാൻ എക്സ്പെരിമെന്റ് എ ലോട്ട് ഓഫ് തിങ്സ്, വി ക്യാൻ എക്സ്പ്ലോർ ദ ക്യാമറ. അപ്പോൾ അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. ക്യാമറ ഇല്ലാതെ യാമി പഠിച്ച് തന്നെ ഐ തിങ്ക് ഇറ്റ്സ് എ ബിഗ് തിങ്. എന്ന് വെച്ചാൽ അവളിൽ ഷൂട്ടിന്റെ സമയത്ത് മാത്രമേ അവളിൽ ക്യാമറ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിച്ചെടുത്തതാണ് യാമി. എൻ്റെ കയ്യിൽ പിന്നെ ഓൾറെഡി ക്യാമറ ഉണ്ടായിരുന്നു, അനിയൻ്റെ ക്യാമറ അപ്പൊ ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ എൻ്റെ അനിയൻ്റെ ക്യാമറയിലാണ് തുടങ്ങിയത്. അത് ഇപ്പോഴും അത് വീട്ടിലുണ്ട് കേട്ടോ, അതൊന്നും ചെയ്തിട്ടൊന്നുമല്ല ക്യാമറ. അതെന്തായിരുന്നു മാനുവൽ അല്ല, ഓട്ടോ ഫോക്കസ് ആയ ലെൻസ് മാനുവൽ ഇട്ട് ഞാൻ എടുക്കുമായിരുന്നു, മാനുവൽ ആക്കുമായിരുന്നു ഇങ്ങനെ കറക്റ്റ്. എന്നിട്ട് ലെൻസ് കംപ്ലൈന്റ് ആയി, പിന്നെ അവൻ തരില്ല എന്നൊക്കെ പറഞ്ഞു. തരില്ല എന്ന് പക്ഷെ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. അവൻ ഭയങ്കര പാവം. അങ്ങനെ എനിക്കങ്ങനെ ഞാൻ ഏറ്റവും പാവം. അപ്പൊ അങ്ങനെ അതിലാണ് ഞാൻ പഠിച്ചത്. ആ ഫ്ലോയിൽ അത് എങ്ങനെയൊക്കെയോ ഫോട്ടോ എടുക്കാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ നല്ലതെന്ന് പറയുമ്പോഴാണ് എനിക്ക് തന്നെ മനസ്സിലായത് നല്ലതാണോ അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടിയത്. ഓക്കെ, ഇത് നേരത്തെ പറഞ്ഞു നമ്മൾ ഇപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലുള്ളത് ഇങ്ങനെ ആണുങ്ങളാണ് ചില പെർട്ടിക്കുലർ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഡ്രൈവിങ്, ഒരു സമയത്തൊക്കെ ഡ്രൈവിങ് ഇപ്പോൾ പെൺപിള്ളേർ വണ്ടി ഓടിക്കുന്നതൊക്കെ ഭയങ്കര ഒരു വാവ് എന്ന് പറയും. പക്ഷെ അതിൽ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നി. അവര് ഭയങ്കരമായിട്ട് എന്റെ ഫ്രണ്ടൊക്കെ പറയും സ്പീഡ് കുറച്ച് തരും, എന്നിട്ട് നമ്മൾ ഓവർടേക്ക് ചെയ്താൽ അവർ പിന്നെ ഓവർടേക്ക് ചെയ്യും. പിന്നെ ഇവര് പെണ്ണുങ്ങൾ ഓവർടേക്ക് ചെയ്ത ഈഗോ ഹേർട്ട് ആവുന്ന അങ്ങനെയുണ്ട്. അത് പെണ്ണാണ് ഓവർടേക്ക് ചെയ്യുന്നത്, എല്ലാരും അല്ല കേട്ടോ. ഇപ്പം ഈ ഒരു കുറച്ചൊരു ഐ തിങ്ക് ഒരു 5 years ആയിട്ട് എല്ലാം മാറി വരുന്നുണ്ട്. കാരണം ഇവൻ കൊച്ചി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഫാഷൻ സെൻസിന്റെ പേരിലാണെങ്കിലും ലൈക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഈ പെണ്ണ് ആണെന്നുള്ള അത് എല്ലാവരും ഇപ്പം ഇക്വാലിറ്റി അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ 5 years മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി എല്ലാവർക്കും ബുദ്ധി വന്നു തുടങ്ങി ചേഞ്ചസ് വരട്ടെ. അത് ഞാൻ ചോദിക്കാൻ വന്നത്, അപ്പൊ അങ്ങനെ ഒരു സംഭവം ഇപ്പൊ നിങ്ങളുടെ ഫോട്ടോ ഇതില് അങ്ങനെ ചലഞ്ചസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക്? അത് കാരണം എന്തെങ്കിലും ഇപ്പൊ നമ്മൾ എടുക്കുന്ന ഒരു ചലഞ്ചസേ ഉണ്ടായിട്ടുള്ളൂ എന്റെ പൊന്നെ. പക്ഷെ ഞാനിപ്പോ അതൊക്കെ റിട്ടയർ ആയിട്ടാ, ഞാനിപ്പോ സുഖമായിട്ട് റിട്ടയർമെന്റ് ജീവിതം ആസ്വദിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഷൂട്ട്സ് മാത്രം, എന്റെ എയിം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നാണ്. അതായത് എങ്ങനെയെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ചെയ്യണം. എന്നിട്ട് അതിന്റെ പക്ഷെ എനിക്ക് ഈ തെരുവിളി കേട്ട് ഞാൻ സാച്ചുറേറ്റഡ് ആയി. എനിക്ക് എന്നെ അങ്ങനെയൊന്നും ആർക്കും നെഗറ്റീവ് കമന്റ്സ് വിട്ടു എന്ന് ഓർത്ത് എനിക്ക് ഒരു പ്രശ്നം, ഞാൻ കുലുങ്ങില്ല, എന്നെ അതൊന്നും ബാധിക്കാറ്. ഇനിയിപ്പോ എത്ര വൃത്തിയായിട്ട കമന്റ് ആണെങ്കിലും ശരി, അതല്ല ഒരു നല്ലൊരു പോസിറ്റീവ് കമന്റ് സെക്ഷൻ ആണ്, അവിടെ അതിനകത്ത് വന്ന ഒരാൾ ബാഡ് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് ഡിലീറ്റ് ചെയ്തോളാം. നമുക്ക് അത് വേറുള്ളവന്മാർക്ക് കൂടെ ഒരു പ്രചോദനമാവും ഇനി താഴോട്ട് കമന്റ്, അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്തോളാം. പക്ഷെ ഞാനിപ്പോ അങ്ങനെ എനിക്ക് തോന്നുന്നു 1.5 വർഷമായി ഞാൻ എന്തെങ്കിലും കോൺട്രവേഴ്സി ആയിട്ടൊക്കെ ചെയ്തു.